മിസ്റ്റർ റഷീദ് അദ്ദേഹത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. റഷീദ് കെ. അജ്മിയുടെ ഡയറക്ടേഴ്സ് ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അജ്മി നമുക്ക് എല്ലാവർക്കും പരിചിതമായ പേരാണ്. മിസ്റ്റർ ഫൈസൽ കെ. മിസ്റ്റർ മുഹമ്മദ് അഫ്സൽ. മൂന്ന് പേരെയും വളരെയധികം ആദരപൂർവ്വം നമ്മുടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അജ്മി പുട്ടുപൊടി, അജ്മി പത്തിരിപ്പൊടി, എന്തോ കടയിൽ പോയ അജ്മി മാത്രമാണ്. എൻ്റെ വീട്ടിൽ ദിവ്യ വാശി പിടിച്ചിട്ട് അജ്മിയുടെ പുട്ടല്ലാതെ നിങ്ങളുടെ പരസ്യങ്ങളും ഒക്കെ മാത്രം ചെയ്യാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ സ്വന്തം പുട്ടിനെ പുട്ട് മാത്രമല്ല ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. എന്നാൽ പോലും വീട്ടിലെ ഏറ്റവും ഹിറ്റായി മാറിയത് അജ്മിയുടെ പുട്ടാണ്. എനിക്ക് തോന്നുന്നു അനു വീട്ടിൽ അജ്മിയാണെന്ന് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ അജ്മിയുടെ 3 ഡയറക്ടേഴ്സാണ് ഇപ്പോൾ നമ്മുടെ ഹേ ബട്ടർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ചേർന്നൊരു ഉഷാർ കൈയടി. അഴകിയുടെ പ്രോഡക്റ്റുകൾ അടങ്ങിയ ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ് സമ്മാനമായി നൽകുന്നത്. സമയം മുടിക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാറുള്ള ഒരു ദിവസം അങ്ങനെയൊന്നുമില്ല. ഞാനൊരു 10 minutes അത് മതിയോ ഓയിൽ തേച്ചിട്ട് മസാജ് ചെയ്യാറുണ്ട്. അത്ര മതി. ഉമ്മയും എനിക്ക് ബോട്ടിൽ നിന്ന സമയത്ത് ഇത് യൂസ് ചെയ്യും 10 മിനിറ്റ്. ഞാൻ പറഞ്ഞു എനിക്ക് എപ്പോഴും ചിലപ്പോൾ ഓയിൽ ചെയ്യാൻ പറ്റില്ല ഉമ്മ, കുറേ നേരം വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞതാണ് ഒരു 10 minutes യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്തിട്ട് പൊളിച്ചിട്ട് കഴിയുമ്പോൾ ഷാമ്പു തേച്ചിട്ട് തന്നെ നമുക്ക് കഴുകി കളയാം എന്നാണ്. അപ്പം ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്തത്. പിന്നെ ശരിക്കും വേറൊരു കാര്യം എനിക്ക് മിസ്സായി പോയെന്താണെന്ന് വെച്ചാൽ അത് അഴകി കുറച്ചുകൂടെ എനിക്ക് പേഴ്സണലി ഒരു ഇഷ്ടമുണ്ട്. കാരണം ഇതിൻ്റെ ആഡ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് വിഷ്ണുരൻ തന്നെയാണ്. വിഷ്ണുവിന് മുന്നേ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വന്നിട്ടുണ്ട്, സ്റ്റേജിൽ കയറൂല. വിഷ്ണുവിനെ ഒന്ന് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നല്ല പരസ്യമാണ്. അതൊരു ക്ലാസിക്കൽ ഡാൻസിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഞാനത് ആര് ചെയ്തതെന്ന് ചോദിക്കാൻ വരികയായിരുന്നു. വിഷ്ണുവിന് എല്ലാം ചേർന്ന് ഒരു ഗംഭീര ഗൈഡ് കൊടുക്കാം. ക്രിയേറ്ററാണ്, ഡയറക്ടറാണ്. വിഷ്ണുവിന് സ്റ്റേജിൽ കയറാനും ക്യാമറ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര ഗൈഡ് കൊടുക്കും വിഷ്ണുവിന്. വിഷ്ണുവാണ് ചെയ്തതെന്ന് എനിക്കറിയാം. വിഷ്ണുവിനെ ഡയറക്ട് ചെയ്തത്. അടിപൊളി. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം കൂടുതലുണ്ട് ഈ ബ്രാൻഡിനോട്. അത് നല്ല പരസ്യമാണ്. അതിന്റെ കൺസെപ്റ്റ് നല്ലതാണ്. ക്ലാസിക്കൽ ഡാൻസറുടെ ഒരു രീതിയിൽ ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് മുടി കൊഴിയുന്നത് ഇതെങ്ങനെ ഡാൻസിന്റെ രീതിയിലാണ് അത് കൺവിൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിഷ്ണു എല്ലാവരും ചേർന്നൊരു ഗംഭീര കയറ്റി കൊടുക്കാം. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ലോഞ്ചാണ് അഴകി ഹെർബൽ ഷാംപൂവിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച്. വീഡിയോ ഹെയർ ബട്ടർ ഉണ്ട്, പിന്നെ ഷാമ്പൂ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ഹെയർ കെയറിന് വേണ്ട എല്ലാ പ്രൊഡക്ട്സും ആയി അല്ലേ? അപ്പം എല്ലാവരും യൂസ് ചെയ്യാം ഇനി. ഓക്കെ, ഈ ജെല്ലിന് പകരം നമുക്ക് ഹെയർ ബട്ടർ യൂസ് ചെയ്യാൻ പറ്റുമോ? അല്ല അത് ഞാൻ പറഞ്ഞത് ജെല്ലിന് പകരം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ? ഹെയർ ബട്ടർ യൂസ് ചെയ്യാൻ പറ്റുമോ? കുളി കഴിഞ്ഞാൽ ഒന്ന് നമ്മളൊന്ന് ഒതുക്കിയിട്ട് എണ്ണ തേക്കുള്ളൂ. അതിന് നമുക്ക് പകരം ഹെയർ ബട്ടറിൽ നമ്മുടെ അഴകി ഓയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് മാത്രം യൂസ് ചെയ്താൽ മതി. എന്ത് മുടി ഒതുങ്ങിയിരിക്കും അല്ലേ? ഷാമ്പൂവിനാണെങ്കിലും നന്നായിട്ട് കെമിക്കൽ കുറച്ചിട്ടാണ് നമ്മൾ അതിന് നമ്മുടെ ഓയിൽ ഇൻക്ലൂഡാണ്. ചെമ്പരത്തി പൂവിൻ്റെ സീരീസ്. ഓക്കെ, ഷാമ്പൂ ആണ് എയർ കണ്ടീഷണർ. നമുക്ക് അതിന് കെമിക്കൽ കുറവെന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ഷാമ്പൂ തുള്ളി എടുത്താൽ മതിയാണല്ലോ. ഇത് നമ്മൾ കുറച്ചെടുക്കണം, എന്നാലും നമ്മൾ ഒരുപാട് പതി കിട്ടില്ല. അതാണ് നാച്ചുറൽ. ഓക്കെ, മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പോൾ നമുക്ക് എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര ഇതിൻ്റെയൊക്കെ ഇൻവെന്റർ ശരിക്കും ഉമ്മമാരുടെ അടുത്തുനിന്ന് കിട്ടിയെന്ന് പറഞ്ഞത് എണ്ണയുടെ മാത്രമാണ്. പക്ഷെ ബാക്കിയൊക്കെ ഉമ്മ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഹെയർ ബട്ടറും അതുപോലെ ഷാമ്പൂവിൻ്റെയും ബേസിക് റെസിപ്പി നമ്മൾ പണ്ട് ചെമ്പരത്തി താളി ഉപയോഗിക്കുന്ന പോലെ ചെമ്പരത്തിയൊക്കെ ഉപയോഗിച്ച് ചെമ്പരത്തി പൂവും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? പൂവും ഇലയും ഉപയോഗിക്കുന്നുണ്ട്, രണ്ടുമുണ്ട്. ഓക്കെ, അടിപൊളി. താങ്ക് യു. രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ്. രണ്ടുപേർക്കും ഇനി നമ്മുടെ അഴകിയുടെ വെബ്സൈറ്റ് ലോഞ്ചാണ് ഇനി നടക്കാൻ പോകുന്നത്.
4 പേര് വേദിയിൽ വന്നു. ആർക്കാണ് ഒന്നാം സമ്മാനം കൊടുക്കേണ്ടതെന്ന് ഉമ്മയോട് ചോദിച്ചപ്പോഴത്തേക്ക് ഉമ്മ പറഞ്ഞത് മക്കളെ 4 പേർക്ക് സമ്മാനം കൊടുക്കുന്നു. അങ്ങനെ 4 പേർക്ക് നമ്മുടെ പിന്നെ ഇത് കൊടുക്കാനുണ്ട്. പിന്നെ വളരെ രസകരമായ ഒരു കാര്യം കൂടെ, അഴകി എന്നുള്ളത് ഇങ്ങനെ ബ്രീത്ത് കട്ടാവാതെ എത്ര ലെങ്ത്തിൽ പറയുന്നോ അവർക്കുള്ളൊരു സമ്മാനമാണ്. അതും 2 പേർക്കാണ്. 2 പേർക്കുണ്ട്. അപ്പോൾ അവർ നമുക്ക് ഇവിടെ സാധിക്ക പോയിട്ടില്ല, ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവിന്നാസിന്റെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അതുപോലെ ആ 4 അഴകുള്ള മുടിക്കുടമകള്, 4 സുന്ദരിമാരെ അഴകിയുടെ പാടാനറിയോ? സംഗതിയൊന്നും ഇല്ലെങ്കിൽ പാടാൻ അറിഞ്ഞൂടാത്ത 2 പേരെയാണല്ലോ. എന്നാലും നമ്മൾ ഋഷഭത്തിൽ പിടിക്കും അല്ലേ? നമ്മുടെ മുടിയുള്ള നമ്മുടെ മത്സരത്തിൽ പങ്കെടുത്ത സമ്മാനം 2 സുന്ദരികൾ കടന്നു വരുന്നുണ്ട്. 4 പേരുണ്ടായിരുന്നു. 4 പേര് ആണ് ഉണ്ടായിരുന്നത്. 3 ഒരാളിവിടെ വരുന്നുണ്ട്, ഇനി ഒരാൾ കൂടി ഉണ്ട്. ഇത് നമ്മുടെ ഇൻഫ്ലുവൻസർ ആണ്. ശ്രീലക്ഷ്മി ഇൻഫ്ലുവൻസറാണ്. അഴകി ഉപയോഗിച്ച് ഹെയർ ഫോൾ മാറിയാണ്. ഇനി 2 പേരുണ്ട്. ഇനി ഒരാൾ കൂടി ഉണ്ട്, നമ്മളെ പൂനം സുന്ദരി. നമ്മള് ഹോംവർക്ക് ലവ് അറേഞ്ച് ഞാൻ മറന്നിട്ടില്ല, എവിടെയോ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒരാൾ കൂടി ഉണ്ട്. ഇനി ഒരാൾ കൂടി ഉണ്ട്. പൂനക്കാരിയാണ്, മലയാളിയാണ്, കല്യാണം കഴിച്ചത് അദ്ദേഹം. അപ്പൊ ഈ 4 പേർക്കും ഒരാൾ എത്തിയില്ല ലക്ഷ്മണ. ഒരാളുകൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവരെന്തെങ്കിലും ഷോപ്പിങ്ങിലെ വിട്ടായിരിക്കും. അനുസിത്താരെയാണ് അവർക്ക് സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ മുടി അഴകിന്റെ കരുത്തിൽ 4 സുന്ദരിമാർ അവർക്ക് സമ്മാനം കൊടുക്കുന്നു. അനുസിത്താര അപ്പൊ ഞാനാവും എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈഡി കൊടുക്കാം. നമ്മുടെ മുടി അഴക് ഏറ്റവും കൂടുതൽ തിക്കുള്ള ഒരാളായിരുന്നു. അതെ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മുടെ അഴകി പ്രോഡക്റ്റുകളെല്ലാം തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള യാതൊരു പ്രശ്നമില്ല. ധൈര്യമായിട്ട് വാങ്ങാം. ഒരു കെമിക്കൽ പോലും ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഉമ്മ അത് സമ്മതിക്കില്ല. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനി എല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടെ എടുത്തിട്ട് പോകാം.